ഹായ് അസ്സലാമു അലൈക്കും. സുലാസ് ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കായ്പോള ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കായ് നീന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് 4 കീറാക്കിങ്ങാനും കഷ്ണങ്ങളാക്കി എടുത്ത് വെക്കാം. ഇത് 2 കായ്പഴം വലിയ പഴം കൊണ്ടാട്ടോ ഞാൻ 2 എടുത്തത്. അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 3, 4 ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് 4 കീറാക്കിങ്ങാനും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ, ഒരുവിധം പഴുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും മതി, ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് ഇങ്ങോട്ട് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിന് കോരി മാറ്റിയിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ആ പഴം കൂടി ഇട്ടിങ്ങാനൊന്ന് വാട്ടി കൊടുക്കാം. അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പഴയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വാടി വരുന്ന വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ച് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. ഇത് നന്നായിട്ട് വാടി വന്നോട്ടെ, കാരണം അത് നല്ലോണം പഴുക്കാത്ത പഴമാണല്ലോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി വാടി വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ വെച്ച്. അപ്പോൾ ഇത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് കുഴഞ്ഞുകൊണ്ട് നിൽക്കുമല്ലോ. അപ്പോൾ അതിനാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ടത്. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മുട്ടക്കൂട്ടിൽ പഞ്ചസാര ഇടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ പഴത്തിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പഴുക്കാത്ത പഴയതിനെ കൊണ്ടാട്ടോ ഞാൻ പഞ്ചസാര ഇട്ടത്. അപ്പോൾ ഇതുപോലെ പഞ്ചസാര ഇട്ടുകണം നല്ലൊരു അയവും കുഴവൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചൂടാറാൻ മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇത് അടക്കിടന്ന് നല്ലോണം ചൂടൊക്കെ തണിയട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള കൂട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 3, 4 കോഴിമുട്ട മതി കേട്ടോ. ഞാനൊരു വലിയ പാത്രത്തിലാണ് ലേസം വലിപ്പമുള്ള കായ്പോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 5 കോഴിമുട്ട എടുത്തത്. അപ്പോൾ ഈ കപ്പിനൊരു കപ്പ് പാലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാം കൂടി മിക്സിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അടിച്ച് കൊണ്ടുവരട്ടെ. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ഞാൻ 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അത് ക്യാമറ ഓഫായി പോയിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മളെ പഴമൊക്കെ നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം മിക്സിയിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ പകുതി എടുത്ത് ഞാൻ ഇതിലിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ കുറച്ച് ഞാൻ അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പത്തൊരു മൂടി വെച്ച് അതിൻ്റെ മേലാണ് കേട്ടോ ഞാനൊരു ചട്ടി വെച്ചത്, ചുടാനുള്ള ചട്ടി. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അടിയിൽ വെച്ച് കൊടുക്കാണ്ട് മൂടിയോ ചട്ടിയോ എന്തെങ്കിലും, അല്ലാതെ കരിഞ്ഞു പോകുമല്ലോ അടി വേഗം. അപ്പോൾ അത് ചെറിയ തീയിലായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി അടച്ച് വെച്ചതിൻ്റെ ശേഷം അതാക്കണം മൂടി തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ടോ എന്തെങ്കിലും വെച്ച് ഞാൻ കുത്തി നോക്കി എന്തെങ്കിലും ചെയ്താൽ അറിയാൻ പറ്റുമോ വെന്തിക്കണമെന്ന്. അപ്പോൾ അടിപൊളി കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.